ഇപ്പോൾ ഒരനുഭവം പറയുകയുണ്ടായി. ഒരാള് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല, ജന്മന അങ്ങനെ കഴിയില്ല. അപ്പോൾ തെറാപ്പി ചെയ്തുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് പ്രകാരം തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പി സെന്ററുകൾ അന്വേഷിച്ചു. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ എയർപോർട്ടിനോടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു തെറാപ്പി സെന്റർ ഉണ്ട്. അവിടെ തെറാപ്പി ഫ്രീ ആണ്. പക്ഷേ ആ തെറാപ്പി ഫ്രീ ആയിട്ട് ലഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് മറ്റു പല കണ്ടീഷനുകളാണ്. അങ്ങനെ കണ്ടീഷൻ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, അത്തരം സെന്ററുകളിൽ അവിടെ പോയപ്പോൾ അവിടെ ആ സുഹൃത്ത് പറയുകയാണ്, അവിടെ അവരുടെ ചില ആദർശപരമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമത്രേ, ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമത്രേ. അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കണമത്രേ. മാത്രല്ല, ഇത് ഒരു പുത്തൻ പ്രസ്ഥാനക്കാരുടെ സ്ഥാപനമാണ്. മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ ഒരുപാട് പുത്തൻ പ്രസ്ഥാനക്കാർ ഇത്തരം അനേകം സ്ഥാപനങ്ങൾ നടത്തി വലവീശി ജനങ്ങളുടെ വിശ്വാസം തെറ്റിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഇവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ അവർ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന മക്കളെയും കൊണ്ടൊക്കെ തെറാപ്പി ചെയ്യാൻ വേണ്ടി വരുന്ന ഉമ്മമാരെ നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അവിടെ ഒരു സ്ത്രീകൾ, മുഖമടക്കം മറച്ച് ശീലിച്ചു വരുന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മൊത്തം മറക്കുന്നതിന്റെ ഭാഗമായി മുഖമടക്കം മറക്കുന്ന സ്ത്രീകൾ, അവരുടെ മുഖമടക്കം മറക്കുന്ന രീതി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് മുഖം തുറന്നിട്ട് നടക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളുകൾ. ഈ രൂപത്തിൽ അവരുടെ ക്ലാസ്സുകൾ കൊടുത്ത് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ തന്നെ ഗതിയില്ലാതെ അലയുമ്പോഴാണ് ഇത്തരം ചില പ്രതിസന്ധികൾ കൂടി ജീവിതത്തിൽ കടന്നു വരുന്നത്. ആ സമയത്ത് ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് ആശ്വാസം എന്ന നിലയ്ക്ക് ഇത്തരം ഫ്രീ ആയിട്ട് ചെയ്യുന്ന സെന്ററുകൾ ഉണ്ട് എന്നറിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എത്തിയ ഈ ആളുകളെയും ഈ രോഗിയെയും കുടുംബത്തെയും വിശ്വാസപരമായിട്ട് അവരെ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ അവരെ വിശ്വാസം തെറ്റിപ്പിക്കുന്ന, മനഃപൂർവ്വം അവരെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്? ഇത്തരമൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അപ്പൊ എനിക്ക് സഹായിക്കാൻ ഇവരാണല്ലോ എന്നെ സഹായിക്കുക, ഇവര് ഫ്രീ ആയിട്ട് ചെയ്തതുകൊണ്ട് എത്രയോ സാമ്പത്തിക ലാഭമാണല്ലോ. ശരിയാണ്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ